ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോട്ടെ, ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എടാ, റീല് സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഒരു മനുഷ്യനാണെങ്കിൽ മതങ്ങൾ മാറ്റി വെക്ക്. ഈ ഒരു ഐഡന്റിറ്റി, ഈ ഒരു തലപ്പാവ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ ഈ റീല് കാണുന്നതെങ്കിൽ ഓക്കെ, ഞാനിത് ഒഴിവാക്കുന്നു. മതങ്ങൾ മാറ്റി വെക്ക്. ഹിന്ദു ആവട്ടെ, ക്രൈസ്തവനാവട്ടെ, മുസ്ലിം ആവട്ടെ, അതിലുപരി ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട ഫോട്ടോ ജന്മനായുള്ളതല്ല. പട്ടിണി കാരണം, വിശപ്പ് കാരണം ഫലസ്തീനിലെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലെ വാരിയെല്ലുകൾ പുറം തള്ളി നിൽക്കുന്നു. വീഡിയോയിൽ കണ്ട രണ്ടാമത്തെ ഫോട്ടോ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് 355ഓളം ബുള്ളറ്റുകൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ, നിങ്ങളുടെ സ്വന്തം മകന്റെയോ മകളുടെയോ ശരീരത്തിൽ ഈ രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ നിങ്ങളുടെ കണ്ണ് ചുവക്കില്ലേ? നിങ്ങളുടെ ശരീരം പിടയില്ലേ? നിങ്ങളുടെ ഹൃദയം നീറി വിങ്ങിപ്പൊട്ടില്ലേ? അതുപോലെ ഫലസ്തീൻ നഗരം ഇന്ന് വിങ്ങിപ്പൊട്ടുകയാണ്. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഉറങ്ങാൻ വീടില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ചികിത്സിക്കാൻ ഹോസ്പിറ്റലില്ല, പഠനം തേടാൻ സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ല. അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ പോലും നമുക്ക് ദർശിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതം പോയിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ പോലും പേടിച്ചു പോകുന്ന മൃഗീയമായ ക്രൂരതയുടെ പര്യായമായ ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യം, ഇസ്രായേൽ എന്ന കാട്ടാള വർഗം ഫലസ്തീൻ എന്ന നഗരത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പച്ച മാംസം, പച്ച ഇറച്ചി പച്ചക്ക് കഴിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും അത് സാധിക്കുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ക്യാഷായി എത്തിക്കാൻ കഴിയുന്നവർ അങ്ങനെ എത്തിക്കട്ടെ, ഭക്ഷണമായി എത്തിക്കാൻ കഴിയുന്നവർ അങ്ങനെ എത്തിക്കട്ടെ. പക്ഷേ നിത്യജീവിതത്തിൽ നാം ഓരോരുത്തരും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ആയിന്നിറങ്ങുന്ന മിസൈലുകൾക്കും ബോംബുകൾക്കുമുള്ള ഡൊണേഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും കുടിക്കുന്ന കൊക്കക്കോള എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇസ്രായേൽ കൊക്കക്കോള ബോട്ടിംഗ് കമ്പനി CBC ആനുവലി ഇസ്രായേലിൽ നിന്ന് മാത്രമായി നേടുന്ന കളക്ഷൻ 2 ബില്യണാണ്. പക്ഷേ ഗ്ലോബലി ഇസ്രായേൽ കമ്പനി കൊക്കക്കോളയിൽ നേടിയെടുക്കുന്നത് 45 ബില്യണാണ്. അതായത് 2 ബില്യൺ അവരുടെ നാട്ടിൽ നിന്നാണെങ്കിൽ 45 ബില്യൺ അവരുണ്ടാക്കുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ പെപ്സി എന്ന സോഫ്റ്റ് ഡ്രിങ്ക്, പെപ്സിലൂടെയും അതുപോലത്തെ സോഡ സ്ട്രീംസിലൂടെയും ആനുവലി വർഷത്തിൽ ഇസ്രായേലി കമ്പനി നേടിയെടുക്കുന്നത് 1 ബില്യൺ പ്രോഫിറ്റ് മാത്രം. പക്ഷേ ഗ്ലോബലി ലെവലിൽ അവർ നേടിയെടുക്കുന്നത് 95+ ബില്യൺ. അതായത് അവരുടെ നാട്ടിൽ നിന്ന് 1 ബില്യണാണ് ലഭിക്കുന്നതെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭം 95+ ബില്യൺ. ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിത്യജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കീശിൽ നിന്ന് കാശ് മുടക്കി നാം കുടിക്കുന്ന, നാം കഴിക്കുന്ന ഇത്തരം ഓരോ പാനീയങ്ങളും ഭക്ഷണങ്ങളും അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് അവർ ഊറ്റി കുടിക്കുന്നത്, അവർ കണ്ടെത്തുന്ന ടേസ്റ്റ് എന്നുള്ളത് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പച്ച മാംസമാണ്. അവർ കഴിക്കുന്നത് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വാരിയെല്ലുകളാണ്. ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സ്വന്തം മകളുടെയോ മകന്റെയോ ശരീരത്തിലാണ് ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യം ഈ ക്രൂരത ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല. എങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഇവരുടെ പ്രൊഡക്റ്റുകൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ഇതെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് നിലയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.